ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അങ്കമാലി മാങ്ങാക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 3 തണ്ട് കറിവേപ്പില, 15 ചെറിയുള്ളി, ഒരു വലിയ സവാള. ഇനി വേണ്ടത് ഇഞ്ചിയാണ്. ഈ ഒരു വലുപ്പത്തിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി ഈ കറിയിലേക്ക് ഞാനിവിടെ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. ഒന്നൊരു വലിയ മാങ്ങയാണ്, അടുത്തത് ഇച്ചിരി ചെറിയൊരു മാങ്ങയാണ്. ഇതുപോലെ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച സവാളയും ഇഞ്ചിയും ചെറിയുള്ളി എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. സവാള ഇതുപോലെ വളരെ കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും നന്നായിട്ട് കനം കുറച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ചെറിയുള്ളിയും കനം കുറച്ച് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്, പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ കറി ഒരു ഉരുളിയിലാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ഉരുളിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. 1 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ 3 ടീസ്പൂൺ ആണ്. 1 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ കറിയിൽ പച്ചമുളകിന്റെ എരിവാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് വിനാഗിരിയാണ്. 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഞെരടി തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. സവാളയെല്ലാം നന്നായിട്ട് ഉടഞ്ഞ് അതിൽ നിന്ന് നീരെല്ലാം പുറത്തേക്ക് വരണം. ആ രീതിയിൽ നന്നായിട്ട് ഞെരടി തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. സവാളയെല്ലാം ഇതുപോലെ നന്നായിട്ട് ഉടഞ്ഞ് അതിൻ്റെ നീരെല്ലാം പുറത്ത് വന്ന് ഇതുപോലെ ആയി കിട്ടുമ്പോഴായിരിക്കും നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് ഇങ്ങനെ ഞെരടി തിരുമ്മി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടില്ലേ, ഇപ്പം ഇത് നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മാങ്ങ ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച മാങ്ങ തൊലിയെല്ലാം കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു വലുപ്പത്തിലാണ് മാങ്ങ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഈ സവാളയും മാങ്ങയും എല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ആ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാൽ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതിങ്ങനെ തിരുമ്മി വെച്ചതിന് ശേഷം തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു സമയവും കിട്ടും. ഇത് മൂടി വെച്ച് കൊടുക്കുകയാണ്. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മൂടി തുറന്നിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ കട്ടിയില്ലാത്ത തേങ്ങാപ്പാൽ 4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് 2ാം പാലും 3ാം പാലും കൂടെ 4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഉരുളി അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കുകയാണ്. നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ ഒരു സൈഡിലോട്ട് തന്നെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴായിരിക്കും നമ്മുടെ കറി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ തേങ്ങയാണ് എടുത്തത്. അത് ചിരകിയെടുത്തപ്പോൾ 250 ml കപ്പിൽ 5 കപ്പ് തേങ്ങയാണ് ഉണ്ടായിരുന്നത്. അതിലോട്ട് 250 ml കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് 1ാം പാല് പിഴിഞ്ഞെടുത്തു. പിന്നീട് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് 2ാം പാല് പിഴിഞ്ഞെടുത്തു. 2ാം പാല് പിഴിഞ്ഞെടുത്ത ശേഷം 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് 3ാം പാല് പിഴിഞ്ഞെടുത്തു. ഇങ്ങനെ പിഴിഞ്ഞെടുത്ത 2ാം പാലും 3ാം പാലും 4 കപ്പാണ് ഉണ്ടായിരുന്നത്. അതാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത മാങ്ങയും സവാളയും എല്ലാം നന്നായിട്ട് വെന്ത് വരുമ്പോൾ 1ാം പാല് ചേർത്ത് കൊടുക്കണം. 1.5 കപ്പ് 1ാം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1ാം പാല് ചേർത്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ തീ കുറച്ച് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ കറി ചൂടുകൊണ്ട് പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. 1ാം പാല് ചേർത്ത് കൊടുത്ത ശേഷം കറി ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കറി ഇങ്ങനെ തിളച്ച് തുടങ്ങുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക. ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം 10 മിനിറ്റ് കൂടി കറി കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. ഈ കറിയിലോട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തം 2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഈ കറിയിലോട്ട് താളിച്ചൊഴിക്കണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ 5ഓ 6ഓ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചെറിയ ഉള്ളി നന്നായിട്ട് മുരിഞ്ഞ് കളറെല്ലാം മാറി വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയുള്ളിയുടെ കളറ് ചെറുതായിട്ട് മാറി തുടങ്ങുമ്പോൾ 3 വറ്റൽമുളക് 2ആയിട്ട് മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറിയുള്ളി മൂത്ത് കളറെല്ലാം മാറി നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട്
1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഇനി ഈ താളിപ്പ് കറിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. താളിപ്പ് ചേർത്ത് കൊടുത്ത ശേഷം കറി കുറച്ചു നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോഴായിരിക്കും നമ്മൾ ചേർത്ത് കൊടുത്ത ഈ താളിപ്പിന്റെ ഫ്ലേവർ ഒക്കെ കറിയിലോട്ട് നന്നായിട്ട് ഇറങ്ങി കിട്ടുക. അതുപോലെ തന്നെ ഈ കറി തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം യൂസ് ചെയ്യുമ്പോഴായിരിക്കും കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അങ്കമാലി സ്റ്റൈലിൽ തയ്യാറാക്കിയിട്ടുള്ള മാങ്ങാക്കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്